നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ആൾക്കാരൊക്കെ വന്നിട്ടാ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? പോ മോളെ, പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നേ. അമ്മമ്മേ, എനിക്കിപ്പോ കല്യാണം വേണ്ട അമ്മമ്മേ. എനിക്ക് പഠിക്കണം അമ്മമ്മേ. എനിക്കിപ്പോ കല്യാണമേ വേണ്ട. എനിക്ക് അടുത്ത ആഴ്ച എക്സാം തുടങ്ങും അമ്മമ്മേ. എനിക്കിപ്പോ കല്യാണം വേണ്ട അമ്മമ്മേ. അമ്മമ്മ അമ്മയോട് പറ അമ്മമ്മേ. മോളെ, ഞാൻ എന്താ നിന്നോട് നേരത്തെ പറഞ്ഞത്? ഇപ്പൊ കല്യാണം ഇല്ല, പെണ്ണ് കണ്ടിട്ട് പോകുന്നത്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ കല്യാണം. അമ്മമ്മ പ്ലീസ് അമ്മമ്മ, എനിക്കിപ്പോഴൊന്നും കല്യാണം വേണ്ട. എനിക്ക് പഠിച്ച് ഡോക്ടർ ആവണം അമ്മമ്മ, പ്ലീസ് അമ്മമ്മ. മോളെ, നിന്നോട് ഞാൻ നേരത്തെ അല്ലേ പറഞ്ഞത്? അമ്മ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ? നീ പെട്ടെന്ന് ഒരുങ്ങി വന്നേ. കുറെ അധിക പ്രസംഗം മാതിരി അവിടെ നിൽക്കണ്ടാട്ടാ. പെട്ടെന്ന് പോയിട്ട് ഒരുങ്ങി വന്നേ. നീ പെട്ടെന്ന് പോയിട്ട് ആ സാരി എടുത്ത് വന്നേ. അപ്പുറത്തെ റൂമിലെ സാരി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് പോയിട്ട് സാരി എടുത്ത് വന്നേ. അമ്മമ്മേ, എനിക്ക് സാരി എടുക്കാൻ പോലും അറിയില്ല. എന്നെ കൊണ്ട് എന്തിനാ അമ്മമ്മ ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു വിടുന്നേ? സാരി എങ്ങനെയാലും അറിയുന്നത് പോലെ എടുത്താൽ മതി. ഞാനേ നിന്റെ അമ്മയെ വിളിക്കുന്നത്. അമ്മ എവിടെയാ സാരി വെച്ചതെന്ന് ചോദിക്കട്ടെ. സരോജം, സരോജം. ഓമനമ്മേ, നിങ്ങൾ എന്തിനാ വിളിച്ചേ? അവിടെ സരോജം പിടിപ്പതും പണിയിലുള്ളത്. നിങ്ങൾ എന്തിനാ ഇപ്പൊ അവളെ വിളിച്ചേ? സൈന, നീ വന്നാ? ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അഞ്ജലി മോൾക്ക് ഈ സാരി ഒന്ന് ഉടുപ്പിക്കണമായിരുന്നു. അപ്പുറത്തെ റൂമിലുണ്ട് സാരി. എന്റെ പൊന്നു ഓമനാമേ, ഇവളീ പഠിക്കുന്ന കൊച്ചിനെ വെച്ച് നിങ്ങൾ എന്തിനാ ഇപ്പൊ കെട്ടിച്ചു കൊടുക്കുന്നേ? പാവം, അവൾക്ക് പരീക്ഷയൊക്കെ അല്ലേ. എന്തിനാ ഇപ്പൊ അവളെ കഷ്ടപ്പെടുത്തുന്നത്? പരീക്ഷക്കൊക്കെ മാർക്ക് കുറയാൻ അതന്നെ മതിയിലെ കാരണം. സൈന, നീയും ഇവളെ കൂടെ കൂടിയാ? എന്റെ പൊന്ന സൈന, എനിക്ക് എല്ലാവരോടും ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കുടുംബത്തിന്റെ കഥ നിനക്കെന്നെ അറിയാലോ. പിന്നെ അതുകൊണ്ട് ഇപ്പൊ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലൊന്ന് കെട്ടിച്ചു കൊടുക്കാൻ മതി എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത്. പാവാ സരോജം, അവൾ ഒറ്റയ്ക്കെന്ന് വെച്ചാൽ എത്രയാ കഷ്ടപ്പെടുന്നത്. അതിനിപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണ്ടെന്ന് ആരാ പറഞ്ഞേ? കല്യാണം കഴിപ്പിച്ചു കൊടുക്കാലോ. ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ അവൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ മതിയില്ലേ? സൈനാത്ത, നിങ്ങൾക്ക് എന്റെ കഷ്ടപ്പാടൊക്കെ അറിയാലോ. സൈനാത്ത, നിങ്ങളൊന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറ സൈനാത്ത. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറ സൈനാത്ത. മോളെ, എന്റെ അമ്മച്ചിയോട് ആര് പറഞ്ഞാലും ഒന്നും അവളെ കായിലോട്ട് കയറത്തില്ല. എന്റെ അമ്മച്ചിക്ക് നല്ല പോലെ അറിയാലോ. എന്നെ അങ്ങനെ ആർക്കും ഒരു ഗതിയില്ലാത്തവനൊന്നും കെട്ടിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം ചെക്കൻ ആരാണെന്നൊക്കെ നോക്കട്ടാ. മോളെ, ഇനി കരയണ്ട. മോളൊന്ന് കരയാണ്ടിരിക്കും. അങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുക്ക് സൈന, എന്നാലേ ഓളെ മണ്ടയിലോട്ട് കയറത്തുള്ളൂ. മോളെ, നീ പോയിട്ട് കുളിച്ചിട്ട് ആ സാരി എടുത്ത് വാട്ടാ. ശരി അമ്മമ്മേ, ഞാനിപ്പോ സാരി എടുക്കണം. അത്രയല്ലേ ഉള്ളൂ. സാരി എടുത്ത് വരാം. ഇനി അമ്മയ്ക്ക് എന്തേലും ഹെൽപ്പ് വേണമെങ്കിൽ അമ്മമ്മ ചെയ്ത് കൊടുക്ക്. സീന, സീന, മോളെ, എന്നെ അപ്പുറത്ത് വിളിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പോന്നെ. എന്നാ ഇനി പോയി റെഡി ആയിട്ട് വാ. എന്നെ രക്ഷിക്കാൻ ആരുമില്ല. അയ്യോ, ഇതാരീ കരയുന്നത്? എന്ത് മോളെ ഇത്? ഞങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നല്ലേ. ആ സമയത്ത് നീ ഇങ്ങനെ കരയുവാണോ? മോളെ, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ ശരിയാവാ? ഇനിയിപ്പോ ചെക്കന്റെ വീട്ടുകാർ വന്നിട്ട് നിന്നെ ഇങ്ങനെ കണ്ടാൽ അവരെന്ത് ജയിക്കും? അവര് നിന്റെ അമ്മയല്ലേ കുറ്റം പറയാ? അവര് പറയില്ലേ ഇവര് മോളെ എങ്ങനെയാ വളർത്തി വെച്ചേക്കുന്നതെന്ന് പറയത്തില്ലേ? മോളെ, നീ പോയിട്ട് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ചേച്ചി, എനിക്ക് സാരി എടുക്കാനൊന്നും അറിയത്തില്ല. ഞാനേ ഇതേ ഡ്രസ് ഇട്ട് തന്നെ അവരെ കണ്ടോളാം. മോളെ, അതിനല്ലേ ഞങ്ങളുള്ളത്. ഇപ്പൊ ഈ ഗൗരിനെ നോക്കി, ഇവളെ നിങ്ങൾ നന്നായി ഒരുക്കി തരും. പാവം അല്ല ചിറ്റാ കുട്ടി. അതെ മോളെ, എന്ത് പറയാനാ, പഠിക്കുന്ന പ്രായത്തിലല്ലേ ആ കൊച്ചിനെ കെട്ടിച്ചു വിടുന്നേ. ഇവള് നന്നായി പഠിക്കുന്നല്ലോ എല്ലാരും പറയുന്നത്. പിന്നെ എന്തിനാ ഇവളെ പോയി കെട്ടിച്ചു വിടുന്നത്? അതിന് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. അതെ, ഇവളുടെ അമ്മയോട് പറഞ്ഞാൽ അതൊന്നും അവളുടെ തലയിലോട്ട് കേറത്തില്ല. നമ്മുടെ ലച്ചുവിന്റെ എനിക്ക് പൈങ്കിളില്ലേ, അവൾക്കും പിന്നെ അവളുടെ ചെറിയമ്മന്റെ മോളില്ലേ ചിഞ്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക്, പിന്നെ നീലുവിന്റെ മോള്, അവർക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നത് ഈ കൊച്ചാ. അതെയോ, ഇവള് ട്യൂഷനൊക്കെ എടുക്കുന്ന? അതെ മോളെ, ഈ നാട്ടിലെ ഏകദേശം എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ എടുക്കുന്നത് ഇവളാ. പിന്നെ ഇവളുടെ സ്കൂളിലെ ടോപ്പറാ ഇവള്. ആ മനു ഇല്ലേ, ലച്ചുവിന്റെ കസിനും ആ ചിഞ്ചുവിന്റെ ബ്രദർ, അവന്റെ ക്ലാസ്സിലാണ് ഇവള് പഠിക്കുന്നത്. നല്ല പഠിക്കുന്നെന്നാ പറഞ്ഞ. ഏത് മനു? ഏട്ട്, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ കോളേജിലുണ്ടായിരുന്ന ഒരു സുശീല മാം ഇല്ലേ? സുശീല മാം, അത് ചിഞ്ചുവിന്റെ അമ്മയല്ലേ? അവരുടെ മോനായി മനു. ആ മനുവിന്റെ ക്ലാസ്സിലാണ് അഞ്ജലി പഠിക്കുന്നേ. ഇപ്പൊ മനസ്സിലായി. പാവം, ഈ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് എന്നെ സങ്കടാവുന്നു. നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കുക. അവള് സാരി എടുത്ത് വരുന്നത് വരെ ഇവിടെ ഇരിക്കുക. ഇപ്പൊ നല്ല രസമുണ്ട് മോളെ കാണാൻ. നല്ല സാരി എടുക്കാനൊക്കെ അറിയാലോ. എന്നിട്ട് ചുമ്മാ പറയുവല്ലേ എനിക്കൊന്നും അറിയത്തില്ലാന്ന്. കുറച്ച് ചിരിക്കും മോളെ. ഇതിന്റെ മുഖം ഇങ്ങനെ ഗുമ്മെന്ന് വെച്ചിരിക്കുന്നേ. അയ്യോ, ഒരു വള പോലും ഇല്ലല്ലേ സ്വർണത്തിന്റെ. സാരമില്ല. അമ്മേ, നിങ്ങൾ നേരത്തെ വന്നാ? മോളെ, ഞങ്ങൾ വന്നിട്ടേ കുറച്ച് സമയമായി. അല്ല, ഇതാര് ഗൗരിയോ? ഗൗരി എപ്പോഴാ വന്നേ? ഏടത്തിയമ്മേ, ഞാനിന്ന് രാവിലെ വന്നതാ. ഏടത്തിയമ്മയ്ക്ക് സുഖാണോ? കുഞ്ഞാറ്റമോൾ എവിടെ? കുഞ്ഞാറ്റമോൾ അവിടെ രാഹുലേട്ടന്റെ കയ്യിലുണ്ട്. അഞ്ജലിക്കാരാ സാരൊക്കെ ഒടിപ്പിച്ചേ? അത് അവള് തനിച്ചു കൊടുത്തതാ. നല്ല ഭംഗിയിൽ ഉടുക്കാനൊക്കെ അറിയാല്ലേ? അഞ്ജലി മോളെ, നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അത് തന്നെയാ ഞങ്ങൾ വന്നപ്പോ മുതൽ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, എനിക്ക് കല്യാണം വേണ്ട. എന്റെ അമ്മയോട് പറഞ്ഞിട്ട് കല്യാണം ഒന്ന് മുടക്കി തരുമോ? എടി, അതൊക്കെ ശരിയാവും. ഇപ്പൊ കല്യാണം ഒന്നും നടത്തി തരുന്നില്ലല്ലോ. ഇപ്പൊ വെറും പെണ്ണ് കാണല്ലേ. ഇനിയിപ്പോ നിന്നെ പഠിക്കാനൊക്കെ അവർ സമ്മതിക്കൂന്നല്ലേ പറഞ്ഞത്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഹായ്, അഞ്ജലി മോൾ സാരൊക്കെ എടുത്ത് കഴിഞ്ഞോ? എന്ത് ഭംഗിയാ മോളെ കാണാനായിട്ട്. ആ തലയിലോട്ട് ഇച്ചിരി മുല്ലപ്പൂവിന്റെ കുറവും കൂടി ഉണ്ട്. അതാ കഥീഷമ്മ ഞാൻ വിചാരിക്കുന്ന, മുല്ലപ്പൂവ് വെച്ചിരുന്നാലേ ഇച്ചിരി കൂടി ഭംഗി ഉണ്ടാവട്ടെയിരുന്നല്ലേ. ഇപ്പൊ തന്നെ നല്ല കാണാൻ ഭംഗിയുണ്ട്. സാരല്ലേ, ഇപ്പൊ ആരും മുല്ലപ്പൂവൊന്നും ചൂടാറില്ലല്ലോ. അതും ശരിയാ. മോളെ, ഞങ്ങൾ അപ്പുറത്ത് പോകുന്നട്ടാ. നീ ഇവിടെ ഇരിക്കേ. അവർ വന്നു കഴിഞ്ഞതിന് ശേഷം നിന്നെ വിളിക്കാട്ടാ. അവർ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് നീ ട്രെയിൽ കുറച്ച് ജ്യൂസ് കൊണ്ട് വന്നാൽ മതി.
ജ്യൂസൊക്കെ നമ്മൾ എപ്പോഴേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ അത് പുതിയാപ്പിള കാക്കാക്കെ കൊടുത്താൽ മതി. നമുക്ക് അപ്പുറത്തോട്ട് പോവാല്ലേ? എനിക്ക് രാഹുലേട്ടനെ കാണാതെ കുറയായി. നമുക്ക് രാഹുലേട്ടനോട് സംസാരിക്കാം. വാ വാ, നമുക്ക് ഒന്നിച്ച് പോകാൻ ഗൗരി. വാ ചിറ്റേ, ഞാൻ അപ്പുറത്തുണ്ട്. ശരി മോളെ, ആയിക്കോട്ടെ. നമുക്ക് കിച്ചണിലോട്ട് പോവാം. ആടെ എന്തേലും ജോലി ബാക്കിയുണ്ടോ നോക്കട്ടെ. ഇല്ല, ആടത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി പലഹാരം പ്ലേറ്റിൽ എടുത്ത് വെച്ചാൽ മാത്രം മതി. എന്നാ ശരി. എന്നാലും വേണ്ടില്ല, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഓരോട് വർത്താനം പറഞ്ഞിരിക്കാം. വാ. എന്റെ ദൈവമേ, നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എങ്ങനെയായാലും വേണ്ടില്ല, ഈ കല്യാണം ഒന്നും മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു.